നമ്മൾ നോക്കാൻ പോകുന്നത് പലതരം സ്കിൽസാണ്. നമുക്ക് ഫസ്റ്റ് റെയിൻബോ നോക്കാം. റെയിൻബോ ആണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്കില്ലാണ് കളിക്കുന്നത്. പിന്നെ ഡബിൾ ടാപ്പ് അടിച്ചാൽ ഈ സ്കില്ല് കിട്ടും. പിന്നെ ഇങ്ങനെ അടിച്ചിട്ട് ഡബിൾ ടാപ്പ് അടിച്ചാൽ സിസക്കാട്ടും കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കളിക്കുന്നത്. പിന്നെ അങ്ങനെ പാസിങ് ഗെയിമിൽ അത്യാവശ്യമാണ്. പാസ് ചെയ്ത് കളിക്കണം. അല്ലാതെ ഒരാളെ കൊണ്ട് ഇങ്ങനെ അടുപ്പിച്ച് ഗോൾ അടിക്കാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ പാസ് എടുത്ത് ഗോൾ അടിക്കണം. ഇപ്പോൾ വിങ്ങിൻ്റെ പ്ലെയറിനെ വിങ്ങിക്ക് തന്നെ കൊടുക്കണം. അല്ലാതെ ഇങ്ങോട്ട് ഓടിയെടുക്കാൻ പറ്റണ അങ്ങനെ കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ ഈ പ്ലെയറിന് ഇങ്ങോട്ട് തന്നെ കൊടുക്കണം. പിന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ട് ഒന്ന് മെല്ലെ കൊടുത്താൽ മതി, ഗോളായി. ഇങ്ങനെ ടീം വർക്ക് ചെയ്തിട്ട് ഗോൾ അടിച്ചാൽ നമുക്ക് നല്ലപോലെ കളിക്കാൻ പറ്റും. വാട്ട് എ വോളി! ഗോളി പൊട്ട ഗോളി ആയതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഗോളാക്കി കളിക്കാം. ഇനി നമുക്കൊരു ഗെയിം കളിച്ച് നോക്കാം. നമ്മളെപ്പോഴും പാസ് ഇട്ട് കളിക്കണം, എന്നാലേ നമുക്ക് ധാരാളം ഗോൾ അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ പാസ് ഇട്ട് കളിക്കാം. ബാക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യണം. ഇതാ ഇങ്ങനെ പാസ് എടുത്ത് കളിച്ചാൽ ഓഫ്സൈഡായി. അത് ഇവനെടുക്കാനുള്ള സൈസിലല്ല നമ്മൾ കൊടുത്തത്, അതുകൊണ്ടാണ് ഓഫ്സൈഡ് ആയത്. ഇവർ തിരിഞ്ഞിക്കുമ്പോൾ തന്നെ അറിയാം നമുക്കാണ് കൊടുത്തത്. അത് ഈസി ആയിട്ട് ഗോളിയാക്കാൻ പറ്റും. ഇത് ചെറിയ ടീമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഗോളാക്കാൻ പറ്റുന്നത്. വലിയ ടീമൊന്നാണെങ്കിൽ ഇങ്ങനെ ഇട്ട് തരില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ടീമിനായിട്ടാണ് കളിക്കുന്നത്. പിന്നെ പാസ് എടുത്ത് കളിച്ചാൽ വേഗം ഗോളാക്കി കളിക്കാം. വേഗം ഗോളാക്കി ഗോളടിക്കുകയൊക്കെ ചെയ്യാം. ഗോളായി. അവിടുന്ന് പാസ് എടുത്ത് ഗോളടിച്ചാൽ വേഗം ഗോളാക്കാം. അങ്ങനെ നമുക്ക് ധാരാളം മാച്ചിൽ ജയിക്കാൻ പറ്റും. ഏത് വലിയ ടീമിനായിട്ടാണെങ്കിലും പാസ് എടുത്ത് കളിച്ചാൽ എന്തായാലും ജയിക്കാം. പിന്നെ ഈ ചെറിയ ടീമിനായിട്ടൊക്കെ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ നല്ല ഗോളാക്കാൻ പറ്റും. ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്താൽ നമുക്ക് നല്ല ഈസിയിൽ ഗോളാക്കാം. പക്ഷേ വലിയ ടീമിൻ്റെ ഒപ്പം എന്നാലും ഗോളാക്കാം. വലിയ ടീമിൻ്റെ ഒപ്പം വലിയ ഓപ്പർച്യൂണിറ്റിക്ക് മാത്രമേ നമുക്ക് നല്ലപോലെ ഗോളാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് എത്ര ഗോൾ വേണമെങ്കിലും കളിക്കാം. ഇങ്ങനെ നമ്മൾ കളിച്ചാൽ മതി. ഇങ്ങനെ കളിച്ചാൽ വേഗം തന്നെ കുറേ ഗോൾ അടിക്കാൻ പറ്റും. പിന്നെ അയാൾക്ക് എത്തണ അത്ര വിക്കി പാസ് എടുത്താലേ കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടൂല. അങ്ങനെ കളിച്ചാൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കളിച്ചാൽ നമുക്ക് ധാരാളം മാച്ചും ജയിക്കാൻ പറ്റും. ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.